Hello and hi. Hi, Junaid. Thank you for welcoming me. Yeah. Actually, എൻ്റെ വോയിസ് ഓഡിബിൾ ആണോ എല്ലാവർക്കും? Yes, ma'am. Okay, okay. Okay, thank you, Amrita. ആൻഡ് ടുഡേ ഇന്ന് നമ്മളൊരു സെഷൻ ഓർഗനൈസ് ചെയ്ത സമയത്തെ നമ്മൾ വിചാരിച്ചൊരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷന് അപ്പുറത്ത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ സെഷനെ നമുക്കൊന്ന് യൂട്ടിലൈസ് ചെയ്തിട്ട് നോക്കാം. ഇതില് യു ജി പി ജി നിങ്ങൾ ഏത് കാറ്റഗറിയാണ് വരുന്നതെന്ന് എനിക്കൊന്ന് പറയാമോ? പ്രൊഫഷനിൽ എൻ്റർ ചെയ്ത ആളുകളാണോ, ഓർ പി ജി കഴിഞ്ഞു വെയിറ്റ് ചെയ്യുകയാണോ, യു ജി ചെയ്യുവാണോ, പി ജി ചെയ്യുവാണോ? സോ ഒന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, അശ്വിനി പി ജി ചെയ്യുവാണ്. ഓക്കെ ഓക്കെ, യു ജി കംപ്ലീറ്റ് ചെയ്തു. യു ജി ഓക്കെ, പി ജി വർക്കിംഗ് സ്റ്റഡിങ് ഓക്കെ, എംഎഡ് ചെയ്തു. ഓക്കെ, പി ജി ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ആക്ച്വലി ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മളെ ടോപ്പിക്കുമായിട്ട് നിങ്ങൾ എത്രത്തോളം അവെയർ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയാനാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൈക്കോളജിയിൽ ഒരു ജോബ് സീക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോബിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് അയക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹയറിങ്സ് കണ്ടിട്ടുണ്ടാവുക നിങ്ങൾ ബിഹേവിയർ തെറപ്പി അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി എന്നുള്ളതായിരിക്കും. കറന്റ് നമ്മളിപ്പോ കാലിക്കറ്റ് ബേസ്ഡ് ആണെങ്കിലും ഓവറോൾ ഇന്ത്യ ബേസ്ഡ് ആണെങ്കിലും നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിലും ഒക്കെ GCC ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വി കൻ ഈസിലി സീ ദാറ്റ് ചൈൽഡ് സൈക്കോളജി കുറച്ചും കൂടെ എക്സൽ ചെയ്ത് നിൽക്കുന്നു, കുറച്ചും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത് പോലെ, കുറച്ചധികം വേക്കൻസീസ് വിളിക്കുന്നത് പോലെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ആക്ച്വലി അതൊരു ട്രൂ ആണ്. ചൈൽഡ് സൈക്കോളജിയിൽ അധികമായിട്ട് വേക്കൻസി വിളിക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ PG 5 ഇയേഴ്സ് ഓഫ് സൈക്കോളജി സ്റ്റഡി UG ആൻഡ് PG കഴിഞ്ഞ് പഠിച്ചു വരുന്ന നമ്മൾ ആക്ച്വലി ഇതിൽ എക്യുപ്ഡ് അല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്തിട്ട് പോവാം അല്ലെ? ആക്ച്വലി ചൈൽഡ് സൈക്കോളജിയുടെ അല്ലെങ്കിൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെറ്റിങ്ങിന്റെ ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് നിങ്ങൾക്ക് ക്യാമ്പസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഐദർ യെസ് ഓർ നോ? കിട്ടിയിട്ടുണ്ട്, പക്ഷെ കുറച്ച് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ആണ്. ഓക്കെ ഓക്കെ സ്കൂൾ സൈക്കോളജി ഉണ്ടായിരുന്നു നമ്മുടെ കോഴ്സിൽ. ഓക്കെ ഓക്കെ ഓക്കെ, ദിൽഷിയ. യെസ്, ഓക്കെ, ദിൽഷിയ പറഞ്ഞു സ്കൂൾ സൈക്കോളജി കോഴ്സിൽ ഇൻവോൾവ് ആയിരുന്നു. ഓക്കെ, ബാക്കി മെജോറിറ്റി നോ എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. ആൻഡ് ദ തിങ് ഇസ്, നമ്മള് ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പൊതുവിലും കേട്ടിരിക്കുന്ന ചൈൽഡ് സൈക്കോളജിയുടെ കുറച്ച് കേസസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഓട്ടിസം, ADHD, കണ്ടക്ട് ആൻഡ് ODD. ആക്ച്വലി നമ്മൾ ഇത്ര കേസസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സെക്ടറാണ്. ഇവിടെ ബിഹേവിയർ തെറപ്പി വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ചൈൽഡ് പ്രാക്ടീഷണറായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ആൻഡ് ഇഫ് നിങ്ങൾ UG ഓർ PG കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒരു പ്രൊഫഷനിലേക്ക് എൻട്രി ചെയ്തിട്ട് അതിന്റെ ഒരു ഇന്റർവ്യൂ, ഒരു ബിഹേവിയർ തെറപ്പിയുടെ ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് നമ്മളെ നോളേജ് എത്രത്തോളം ലാക്ക് ചെയ്യുന്നു എന്നുള്ളത്. അത് ഞാൻ ഒരിക്കലും നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണോ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണോ എന്ന് പറയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ സിലബസിൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെറ്റിങ്ങിന്റെ തെറാപ്പീസും അസസ്മെന്റ്സും ഡീറ്റെയിൽഡ് ഡിസോർഡേഴ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇതുകൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. സോ if do you want to learn psychology for a future career, child psychology ഒരു ഫ്യൂച്ചർ കരിയർ ആയിട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിന്റെ ചെറിയൊരു ഓവർവ്യൂ നിങ്ങൾക്ക് ഇപ്പൊ തരാൻ ശ്രമിക്കാം. ഓക്കെ, വാട്ട് ഇസ് എ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സൈക്കോളജി? ഒരു സ്പെസിഫിക് കണ്ടീഷനിലുള്ള വ്യക്തിയെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയും. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവരുടെ ഡെയിലി ലൈഫിനെ പെർഫോം ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ചൈൽഡ് റീഹാബിലിറ്റേഷൻ സൈക്കോളജിയുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. സോ സൈക്കോളജിസ്റ്റിന്റെ ഡെഫിനറ്റ്ലി ഇവിടെ ഉള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അവരെ പെർഫോം ചെയ്യാൻ വേണ്ടി അവരുടെ ലിമിറ്റേഷൻസിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ അവരുടെ ഒപ്റ്റിമൽ ലെവലിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു സ്പെഷ്യൽ കിഡിനെ പിടിച്ച് ജനറൽ കിഡ് ആക്കുക, അതല്ല നമ്മുടെ ടാർഗറ്റ്. അത് ആക്ച്വലി പോസിബിളും അല്ല. നമ്മളുടെ വിഷൻ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അവിടുത്തെ വിഷൻ എന്ന് പറയുന്നത് ഈ
ഈ വ്യക്തിയുടെ ഒപ്റ്റിമൽ പൊട്ടൻഷ്യൽ, ഈ വ്യക്തിയുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് ആ വ്യക്തിയെ എത്തിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഒരു ചൈൽഡ് റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു നോർമൽ കാറ്റഗറി ആയിരിക്കില്ല, ഒരു അറ്റിപ്പിക്കൽ കാറ്റഗറി ആയിട്ടുള്ള ഒരു കുട്ടി, ടിപ്പിക്കൽ അല്ല എറ്റിപ്പിക്കൽ എന്നുള്ള കാറ്റഗറി ആയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ആൻഡ് നിങ്ങൾ ചൈൽഡ് സെറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ആർ ദ മോസ്റ്റ് കോമൺ കേസസ് ഓഫ് ചൈൽഡ് സൈക്കോളജി. ഇതിൽ നിങ്ങളൊക്കെ ഓൾറെഡി അറിയുന്ന ഡിസോർഡേഴ്സിനെയും ഞാൻ പറഞ്ഞുതരാം. ADHD ഡെഫിനറ്റ്ലി നിങ്ങൾ കേട്ടിട്ടുണ്ട്, വെരി കോമൺ ആണ് ADHD. ചൈൽഡ് സെറ്റിംഗിൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്കും ഒരു ഈസിലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു കുട്ടി വരുമ്പോൾ ഓക്കെ ദിസ് ചൈൽഡ് ഇസ് ഹൈപ്പർ ആൻഡ് ഇൻഅറ്റൻഷനും ഉണ്ട്, അപ്പൊ ADHD തന്നെ ആയിരിക്കും. നമുക്കൊരു ഗസ്റ്റിംഗിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും ADHD അല്ലെ. ആൻഡ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഇസ് ദേർ, cerebral palsy is there, intellectual disability, Down syndrome, Edwards syndrome, oppositional different disorder, conduct disorder, learning disability and multiple disability. ഞാൻ ഇപ്പം ലിസ്റ്റ് ചെയ്തത് ആക്ച്വലി ഒരു സ്മോൾ സ്പെക്ട്രത്തിൽ വെരി കോമൺ ആയിട്ട് നിങ്ങളൊരു ചൈൽഡ് സെറ്റിംഗിൽ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ബിഹേവിയർ തെറപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ വരുന്ന വെരി കോമൺ കേസുകൾ ഈ കേസുകളൊക്കെ ആയിരിക്കും. ആൻഡ് ഇതില് സെറിബ്രൽ പാൾസിനെ കുറിച്ച് എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ഐദർ യെസ് ഓർ നോ. നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, ദിൽഷ്യ ഖാലിദ് പറഞ്ഞ് പഠിച്ചിട്ടില്ല. ഓക്കെ, ഫൈഹ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അഗൈൻ യെസ് ഓർ നോ? നോ. ഓക്കെ, ഐഷ സെഡ് നോ. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടിട്ടുണ്ടാവും വീൽ ചെയർസിൽ കുട്ടികൾ വരുന്നത്. നമ്മൾ കേസ് എടുക്കുന്ന സമയത്തായിരിക്കും വീൽ ചെയർസിൽ പാരന്റ്സ് കുട്ടികളെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവരെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നത്, നെക്കൊന്നും പ്രോപ്പറായിട്ട് ഉറക്കാത്ത, പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, ഇങ്ങനെ ഒരു കുട്ടിയുമായിട്ട് നമ്മുടെ അടുത്തേക്ക് പാരന്റ് വരുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ എന്താണ് ആക്ച്വലി ഈ ഒരു കുട്ടിയുടെ ക്ലിനിക്കൽ കണ്ടീഷൻ. നമ്മളിത് പഠിച്ചിട്ടില്ലല്ലോ, ചൈൽഡ് സെറ്റിംഗിൽ ഈ ഒരു ഏരിയാസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഈ ഒരു സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് വെരി കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഒരുപാട് കുട്ടികളെ നമ്മൾ വീൽ ചെയറിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വീൽ ചെയറിൽ കാണുന്ന കുട്ടി സെറിബ്രൽ പാൾസിയുടെ ഏത് ടൈപ്പിൽ വരുന്ന കുട്ടിയാണെന്ന് നമുക്കറിയില്ല. ഈ ഡയഗ്നോസിസ് കൃത്യമായിട്ട് അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആക്ച്വലി. കാരണം ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ ഈ കുട്ടി തെറാപ്പിക്ക് ഇരിക്കുന്ന സമയത്ത് കുട്ടിയോട് നമ്മൾ ചിലപ്പോൾ ആവശ്യപ്പെടുന്നുണ്ടാവും, മാമിന് ഈ ഷേപ്പ് ഒന്ന് സോർട്ട് ചെയ്ത് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി ഒന്ന് ചെയ്തെന്നേ, ഇതൊന്ന് കറക്റ്റ് പെഗ് ബോർഡിൽ വെച്ചെന്നേ നമ്മൾ പറയുന്ന സമയത്ത് കുട്ടി മൂവ് ചെയ്യുന്നതിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് എടുത്തിട്ട് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും മൂഡ് ഡിസ്റ്റർബൻസ് കാണിക്കും, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് എടുത്തിട്ട് എറിയും. ഈ സമയത്ത് കുട്ടി എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് തെറാപ്പിസ്റ്റിന് വേണമെങ്കിൽ തെറാപ്പിസ്റ്റിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ കുട്ടിയുടെ യഥാർത്ഥ കണ്ടീഷൻ എന്താണെന്നുള്ളത്. സ്പാസ്റ്റിക് സെറിബ്രൽ പാൾസിയിൽ വരുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ സ്പാസ്റ്റിക് എന്ന് വെച്ചാൽ സ്റ്റിഫ്നെസ് എന്ന് പറയും. സോ സ്റ്റിഫ് ആയിട്ടുള്ള സെറിബ്രൽ പാൾസി കണ്ടീഷനിൽ വരുന്ന ഒരു കുട്ടിക്ക് ഡെഫിനറ്റ്ലി അവരുടെ മസിൽ മൂവ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവും. ഈ പെയിൻ സെൻസേഷൻ ആയിരിക്കും അവരുടെ അഗ്രഷനെ ട്രിഗർ ചെയ്യുന്നത്. സോ കോസ് ഓഫ് എ ബിഹേവിയർ കണ്ടെത്താൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാനും പറ്റില്ല. സോ സെറിബ്രൽ പാൾസി പോലെയുള്ള സെറിബ്രൽ പാൾസിക്ക് ആക്ച്വലി കുറേ കാറ്റഗറൈസേഷൻ ഒക്കെ ഉള്ളതാണ്. ഈ കാറ്റഗറൈസേഷൻസ് ഒക്കെ വെരി കോമൺ ആണ്. ഭയങ്കര നമ്മൾ കാണാൻ സാധ്യത കുറവുള്ള കണ്ടീഷൻസ് അല്ല, കാണാൻ ഭയങ്കര ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന കണ്ടീഷൻ. ഞാൻ നമുക്ക് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് കാണുന്ന ഡിസോർഡേഴ്സിന് മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദ വെരി റെലവെന്റ് ക്വസ്റ്റ്യൻ ഇസ്, ഡിഡ് വി റിയലി സ്റ്റഡി ദ മെഡിക്കൽ കണ്ടീഷൻ വി ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്? നമ്മൾ ഇപ്പം പറഞ്ഞ ഡിസോർഡേഴ്സ്, ഇത്രയും ഡിസോർഡേഴ്സ് സൈക്കോളജിക്കലും കൂടെ റെലവെന്റ് ആണ്. പക്ഷെ ഇതിനുമായിട്ട് അക്കമ്പനി ചെയ്ത് എപ്പോഴും വരുന്ന കുറച്ച് ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസിനെ കുറിച്ച് ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് നെയിമിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. മൈക്രോസെഫാലി, ഹൈഡ്രോസെഫാലി, മാക്രോസെഫാലി, സെറിബ്രൽ പാൾസി, എന്യൂറസിസ്, സെലക്ടീവ് മ്യൂട്ടിസം. ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ഒരു കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? ഇറ്റ്സ് ഓക്കെ ടു കമ്മ്യൂണിക്കേറ്റ്, റൈറ്റ്? നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ ചിലത് കേട്ടിട്ടുണ്ട്, ചിലത് കേട്ടിട്ടില്ല. ഓക്കെ, ഫൈഹ ചിലത് കേട്ടിട്ടുണ്ട്, ചിലത് കേട്ടിട്ടില്ല. അഗെയിൻ മേ ബി സെലക്ടീവ് മ്യൂട്ടിസം, എന്യൂറസിസ് ഇതൊക്കെയാണോ കേട്ടെ? അതെ അതെ, കുറച്ചുകൂടെ സൈക്കോളജി ഓറിയന്റഡ് ആണ്, ബാക്കി ടേംസ് മെഡിക്കലി ഓറിയന്റഡ് ആണ്. ഓക്കെ, ഇനി വേറെ കേട്ടിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് നമ്മൾ സിലബസ് ഇത് കവർ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്തു വെച്ചത്. ഓക്കെ, ആൻഡ്
നമ്മളടുത്ത് നിങ്ങൾ കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിൽ പിക്ചർ ആഡ് ചെയ്തിട്ടില്ല, ബട്ട് ഐ ക്യാൻ സേ ഹെഡ് സൈസ് കുറച്ച് വലിയ ഹെഡ് സൈസ് ഉള്ള കുട്ടികളുടെ ഇമേജസ് നിങ്ങൾ ഗൂഗിൾസിലൊക്കെ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ ഹെഡിന്റെ സൈസ് വരുന്നത് അങ്ങനത്തെ പിക്ചേഴ്സ് എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്, ഓക്കെ. അതേപോലെ സ്മോൾ ഹെഡ് സൈസ് വരുന്ന കുട്ടികളുടെ, അതായത് യൂഷ്വൽ ഹെഡ് സൈസിനേക്കാളും സൈസ് കുറഞ്ഞ രീതിയിലുള്ള ഹെഡ് സൈസ് വരുന്ന കുട്ടികളുടെ ആ ഒരു പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആൻഡ് നിങ്ങൾ ഒരു ചൈൽഡ് സെറ്റിംഗിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളടുത്ത് വരുന്ന കുട്ടിക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ റീസൺ ഒരുപക്ഷെ ഇതിലേതെങ്കിലും കൂടെ ആവാം. ചിലപ്പോൾ നിങ്ങളടുത്ത് വരുന്ന കുട്ടിക്ക് നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും, ഓക്കെ, യൂഷ്വൽ ഹെഡ് സൈസിനേക്കാളും ഈ കുട്ടിയുടെ ഹെഡ് സൈസ് കുറച്ച് കുറവുണ്ട്. ഈ കുറവുള്ള ഹെഡ് സൈസ് അതിന്റെ കൂടെ ഈ കുട്ടി ഇന്റലക്ച്വലി ബാക്ക്ഔട്ട് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർ ഏജിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ്സ് കാണിക്കുന്നില്ല. മൊത്തത്തിൽ ഒരു ഡിലേ ഉണ്ട്, കോഗ്നിറ്റീവ് ഡിലേ, നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നില്ല, അറ്റൻഷൻ സ്പാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. സോ നിങ്ങൾ കേസ് ഹിസ്റ്ററി എഴുതുന്ന സമയത്ത് ദർ വിൽ ബി എ കോളം മെഡിക്കൽ ഹിസ്റ്ററി. ഈ മെഡിക്കൽ ഹിസ്റ്ററിയിൽ കുട്ടിയുടെ ഹെഡ് സൈസ് ചെറുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഈ ഹെഡ് സൈസ് ചെറുതാണെങ്കിൽ അവിടെ ഞാൻ എന്ത് എഴുതണം? ആ ടേം എന്താണ്? ആ ടേം നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? സെഫാലി, മൈക്രോസെഫാലി പോലുള്ള കണ്ടീഷൻ, അതായത് ചെറിയ ഹെഡ് സൈസ്. അപ്പോൾ മൈക്രോസെഫാലസ് ഇസ് ദ ചൈൽഡ് ഹാവിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് മൈക്രോസെഫാലി എന്ന് എഴുതാനുള്ള നോളജ് നമുക്ക് വേണം. ഒരിക്കലും നമുക്ക് നമ്മളുടെ അസസ്മെന്റ് ഷീറ്റിൽ സ്മോൾ ഹെഡ് സൈസ് എന്ന് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടെക്നിക്കൽ ടേംസ് ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആക്ച്വലി PG വരെ പഠിക്കുന്ന സമയത്ത് ഇത് നമ്മളെ ഒരാൾ പഠിപ്പിച്ചോ എന്നുള്ളത് ആരും ചോദിക്കില്ല. പക്ഷെ നമ്മളുടെ എഴുതി വെക്കുന്ന അസസ്മെന്റ് ഷീറ്റ് നമ്മളുടെ ക്ലിനിക്കിൽ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ആ ക്ലിനിക്കിൽ അത് റെക്കോർഡിക്കലി ഉണ്ടാവും. ആൻഡ് ഹൂ അസസ്ഡ് എന്നുള്ള സ്ഥലത്ത് അസസ്മെന്റ് ഷീറ്റ്സ് ലാസ്റ്റ് MSc ഒക്കെ കഴിഞ്ഞാൽ അവിടെ നെയിം ആൻഡ് സിഗ്നേച്ചർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ പേരും നിങ്ങളുടെ സിഗ്നേച്ചർ ആയിരിക്കും നിങ്ങൾ അവിടെ ഇടുക. നിങ്ങളൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ തെറപ്പിസ്റ്റ് ആവുന്ന സമയത്ത്. സോ നമ്മൾ അവിടെ എഴുതി വെക്കുന്ന ഓരോ ടേമും നമ്മളുടെ പ്രൊഫഷണലിസത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യും. സോ നമ്മൾ എഴുതി വെച്ചത് കൃത്യമായിട്ടല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ഒരു പ്രൊഫഷനിൽ മറ്റൊരാൾ കുറച്ചു കാലം, നമ്മൾ അവിടുന്ന് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാവും, നമ്മളുടെ ഫയൽ പിന്നീട് ഒരാൾ വന്നിട്ട് എടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അന്ന് നമ്മൾ ഫ്രഷർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയാത്തത് കൊണ്ടോ നമ്മൾ എഴുതി വെച്ച കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് മറ്റൊരാൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സോ ആൻഡ് ഇത്തരം മെഡിക്കൽ കണ്ടീഷൻ അക്കമ്പനി ചെയ്തിട്ടായിരിക്കും അധിക കുട്ടികളും നിങ്ങളുടെ അടുത്ത് വരിക. ചിലപ്പം നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബിഗർ ഹെഡ് സൈസ്, അതിന്റെ കൂടെ ഉള്ള അക്കമ്പനി ചെയ്ത് വരുന്ന വെരി കോമൺ കാര്യമാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയും ഹൈപ്പർ ആക്ടിവിറ്റിയും അതിനൊപ്പം തന്നെ കുട്ടിയുടെ ഹെഡ് സൈസ് ബിഗും ആണെങ്കിൽ ഈ കണ്ടീഷനെ നമ്മൾ എങ്ങനെ എഴുതി വെക്കാം? നമ്മൾ ഹിസ്റ്ററീസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇത് എങ്ങനെ നോട്ട് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മൾ അക്കാഡമിക്കലി കവർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതുപോലെ തന്നെയാണ് പല സിൻഡ്രോമിക് കേസസും. ഞാൻ ഇപ്പം സിൻഡ്രോംസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പല സിൻഡ്രോമിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആകെ ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം ആയിരിക്കും. പക്ഷെ വെരി റെയർ ആയിട്ടുള്ള സിൻഡ്രോമിക്കിന്റെ ജനറ്റിക് റിസൾട്ട്സുമായിട്ടായിരിക്കും പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് നിങ്ങളുടെ മുന്നിൽ വരിക. ആ കുട്ടിയുടെ പാരന്റ് കുട്ടിയുടെ ജീന് റൺ ചെയ്തിട്ടുണ്ട്, കാരിയോ ടൈപ്പ് ടെസ്റ്റുകൾ എന്ന് പറയും, ജീന് റൺ ചെയ്തിട്ടുണ്ട്, ഈ റൺ ചെയ്ത പേപ്പേഴ്സ് ആണ് ഇതെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ അവർ തരും. അവർ നിങ്ങളുടെ കയ്യിൽ തരും ആ കുട്ടിയുടെ എൻ്റയർ മെഡിക്കൽ ഡീറ്റെയിൽ. അപ്പോൾ നമുക്ക് മറിച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു വാട്ട് ദിസ് ചൈൽഡ് ഈസ് ഹാവിങ്. അവിടെ ചിലപ്പോൾ കാരിയോ ടൈപ്പിൽ എഴുതിയിട്ടുണ്ടാവും പെറ്റാവ് സിൻഡ്രോം. അപ്പൊ വാട്ട് ഇസ് പെറ്റാവ് സിൻഡ്രോം? ഒരു തെറപ്പിസ്റ്റ് എന്ന നിലക്ക് നമുക്കൊരിക്കലും നിങ്ങൾക്ക് പാരന്റിന്റെ മുന്നിൽ എനിക്കിത് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് നമ്മൾ പ്രൊഫഷണൽ ആണ്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞ് 5 years ഒക്കെ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് വരുന്ന ഒരു ചൈൽഡ് തെറപ്പിസ്റ്റ് ആണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുമല്ലോ. റെറ്റ് സിൻഡ്രോം ആയിരിക്കാം, അല്ലെങ്കിൽ പെറ്റാവ് സിൻഡ്രോം ആയിരിക്കാം, എഡ്വേർഡ് സിൻഡ്രോം ആയിരിക്കും. ഈ ഡൗൺ സിൻഡ്രോം ആൻഡ് എഡ്വേർഡ് സിൻഡ്രോംസ് ഒക്കെ വെരി കോമൺ ആണ്. സിൻഡ്രോമിക്കലി നിങ്ങളുടെ മുന്നിൽ എപ്പോഴും ചാൻസസ് കൂടുതലായിട്ടുള്ള കേസസ് ആണ്. ചൈൽഡ് സെറ്റിംഗിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെരി കോമണിൽ പെട്ടതാണ് എഡ്വേർഡ് സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ വെരി 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 ജനറ്റിക് ഡിഫറെന്റ് വേരിയേഷൻസിലുള്ള കുറെ ഡിസോർഡേഴ്സ് ഉണ്ട്. ആൻഡ് ഈ ഒരു ക്ലയന്റിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഒരിക്കലും സിലബസ് ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് പ്രാക്ടീസിലേക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഫിഷ്യന്റ് ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ സബ്ജക്റ്റിനോടൊപ്പം അക്കമ്പനി ചെയ്തിട്ട് വരുന്ന എല്ലാ കാര്യത്തിനെ കുറിച്ച് നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം. കാരണം നമ്മളുടെ ക്ലയന്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് തെറപ്പിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സെഷനിൽ കുട്ടി ഉറങ്ങി തൂങ്ങിയിട്ടിരിക്കുന്നു,
നിങ്ങൾക്ക് ബിഹേവിയർ തെറപ്പി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, കുട്ടി ഭയങ്കര ഡ്രോസി ആയിട്ട് ഉറങ്ങിയിട്ടിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ പാരന്റിനെ വിളിച്ചിട്ട് ഈ കുട്ടിയുടെ മെഡിക്കേഷൻ എന്താണ് ഈ കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കേഷൻ എന്ന് ചോദിക്കാനുള്ള നോളേജ് നമുക്ക് വേണം, അല്ലേ? ഹാവ് വി ലേൺഡ് അബൌട്ട് എനി മെഡിക്കേഷൻസ്? നിങ്ങൾ ചൈൽഡ് സെറ്റിങ്ങിന് ഉള്ള കുട്ടികളുടെ മെഡിക്കേഷൻസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് എപ്പോഴെങ്കിലും അറിഞ്ഞോ കേട്ടോ ചെയ്തിട്ടുണ്ടോ? Either yes or no? Yeah. Yeah, I can understand the limitation. പക്ഷെ നോ ആണ് ആൻസർ, അല്ലേ? അതായത് നമ്മളുടെ അടുത്തൊരു ADHD ഉള്ള കുട്ടി വരുന്ന സമയത്ത് ആ കുട്ടി കഴിക്കുന്ന മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ചില ഡോസിൽ അവർ ചില മെഡിസിൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. മെഡിസിൻസ് നമ്മൾ പലപ്പോഴും സപ്പോർട്ട് ചെയ്യാറില്ല സൈക്കോളജിക്കാരെ. ഡെഫിനറ്റ്ലി നമ്മൾ അതല്ലാതെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്. എങ്കിലും ഫീച്ചേഴ്സ് ഹൈ ആയിരിക്കുന്ന ഒരു കുട്ടിയിൽ ഒരു പക്ഷെ നമുക്ക് BT തെറപ്പിയും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ BT ആൻഡ് ഒക്യുപേഷണൽ തെറപ്പി ഒരുമിച്ചായിരിക്കും കൊടുക്കുന്നത്. ഇത് രണ്ടിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയൊരു മെഡിക്കേഷൻ സപ്പോർട്ട് ഒക്കെ എടുക്കും. പക്ഷെ പാരന്റ്സ് പലപ്പോഴും ഈ മെഡിക്കേഷന്റെ ഡോസിൽ അവെയർ ആയിരിക്കില്ല. അവരൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് ഹൈ ഡോസിലുള്ള മെഡിക്കേഷൻ എടുത്തിട്ടായിരിക്കും കുട്ടി നമ്മൾ എടുത്തു വരുന്നത്. കുട്ടി ഡ്രോസി ആയിട്ട് ഇരിക്കുന്ന കുട്ടി ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ടും സ്വീകരിക്കില്ല. ആ കുട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ മെഡിക്കേഷൻസ് അവർ കാണിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും വാട്ട് ഈസ് റെസ്പിറേഡിൻ. മെജോറിറ്റി ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ടാബ്ലറ്റ് ആയിരിക്കും റെസ്പിറേഡിൻ. അപ്പൊ ഇത് ഏത് ഡോസിൽ ഈ കുട്ടി എടുക്കുന്നുണ്ട്, ഈ കുട്ടി ഇത്ര ഡോസിൽ എടുത്താൽ എനിക്ക് തെറാപ്പി വർക്കൗട്ട് ആവോ? വർക്കൗട്ട് ആവില്ലെങ്കിൽ നമുക്ക് പാരന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം, ഈ മെഡിസിൻ ഇങ്ങനെയാണ് ഈ കുട്ടിയിൽ വർക്ക് ചെയ്യുക. സോ ഇതിന്റെ ഡോസേജ് കുറച്ചാലാണ് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക. സൈക്കാട്രിസ്റ്റുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം, വി കൻ കോണ്ടാക്ട്. നമ്മൾ എപ്പോഴും ഒരു കോവർക്കിംഗ് ആയിരിക്കണം മുന്നോട്ട് വെക്കുന്നത്. സൈക്കോളജി മാത്രം ശരി, സൈക്കാട്രി മാത്രം ശരി, ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലാതെ കോവർക്കിംഗ്. സൈക്കാട്രിസ്റ്റിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് മാം ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡ്രോസിനസ് കൂടുതലുണ്ട്, ഡോസേജിൽ ഒരു മാറ്റം വരുത്തണം എന്നുണ്ട്. സോ അവര് നാളെ മാമിനെ കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ മാം ഒന്ന് റീചെക്ക് ചെയ്യണേ എന്ന് നമുക്ക് സൈക്കാട്രിസ്റ്റിനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് കോവർക്കിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ സൈക്കാട്രിസ്റ്റുകൾ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്സിന് എടുക്കും. ആൻഡ് അവര് ഡോസേജ് കുറച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. ആൻഡ് അങ്ങനെ സിംറ്റത്തിന് മെഡിസിനിൽ നിന്ന് മാറ്റി തെറാപ്പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തെറാപ്പിയിൽ നിന്ന് തെറാപ്പി നീഡഡ് അല്ലാത്തൊരു കണ്ടീഷനിലേക്ക് മാറ്റിയെടുക്കുക. ഇതായിരിക്കണം റീഹാബിലിറ്റേറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു ഫുൾ സപ്പോർട്ടിൽ നിന്ന് അവരുടെ കപ്പാസിറ്റി വെച്ചുകൊണ്ട് തന്നെ അവരുടെ പൊട്ടൻഷ്യലിലേക്ക് അവരെ വളർത്തിയെടുക്കുക. സോ മെഡിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ അവെയർ അല്ല. ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ADHD കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതിന്റെ കോസൽ ഫാക്ടേഴ്സ്, അതിന്റെ ലൈക് ട്രീറ്റ്മെന്റ് ഹിസ്റ്ററീസ്, പ്രിവാലൻസ്, നമ്മൾ അതിന്റെ കോക്കറൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഹിസ്റ്ററിന്റെ സ്പെസിഫിക് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കേസ് ഷീറ്റ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ, ഒരു കേസ് ഹിസ്റ്ററി വരുന്ന സമയത്ത് ഞാൻ ഇതിൽ എന്തൊക്കെ എഴുതണ്ടേ, അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറവ് നമ്മളിൽ പലപ്പോഴും വരാറുണ്ട്. അതിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഞാൻ എഴുതേണ്ട മെഡിസിൻസ് അത് ഞാൻ ചോദിക്കേണ്ടത് എങ്ങനെയാണ്, ആ മെഡിസിൻ ഡോസേജ് ഞാൻ എങ്ങനെ എഴുതിയിട്ട് വെക്കണം. ആൻഡ് ഇപ്പൊ ഒരു മെഡിക്കൽ കണ്ടീഷൻ അതിനൊപ്പം ഉണ്ടെങ്കിൽ, ഒരു സീഷർ ഉണ്ടെങ്കിൽ, അധിക കുട്ടികൾക്കും ഒരു സീഷർ കണ്ടീഷൻസ് പോലെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ സീഷർ ഉണ്ടെങ്കിൽ ആ സീഷർ ഹിസ്റ്ററീസ് എങ്ങനെ എഴുതണം, എത്ര എപ്പിസോഡ്സ് ഉണ്ടായിട്ടുണ്ട്, ഈ സീഷർ വരുന്ന കുട്ടിക്ക് തെറാപ്പി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യം ഞാൻ കൊടുക്കാൻ പാടില്ല, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മളുടെ സെഷന്റെ ഇടയിൽ നമ്മൾ കൊടുത്ത ഒരു തെറാപ്പിയുടെ രീതി വ്യത്യാസം കൊണ്ട് കുട്ടിക്ക് സീഷർ വരാൻ പാടില്ല. ഓക്കെ, സോ ആ കുട്ടിക്ക് സീഷർ ഉണ്ടെങ്കിൽ എത്ര ഫ്രീക്വന്റ് ആയിട്ട് സീഷർ വരുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ മുന്നിൽ ആങ്സൈറ്റി ഉള്ള ഒരു കുട്ടി വരുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ആങ്സൈറ്റി ഇൻക്രീസ് ആയാൽ ആളുടെ ബോഡി റെസ്പോണ്ട് ചെയ്ത് ആകെ ആ സൈക്കിള് കോളം ആവും. അപ്പോൾ നമ്മുടെ സെഷൻസിൽ വെച്ച് കുട്ടിയുടെ പാനിക് ആക്കാന്നുള്ളത് ബിഹേവിയർ തെറപ്പി എന്ന് പറയുമ്പോൾ മോസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ കുട്ടിയെ മനസ്സിലാക്കി കുട്ടിയുടെ ടാക്ടിക്സിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. എല്ലാ തെറപ്പീസും എല്ലാ റെയിൻഫോഴ്സ്മെന്റ്സും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള തെറപ്പി ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഫണ്ണായിട്ട് പോകുന്ന ഒരു തെറപ്പിയാണ് ആക്ച്വലി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ ആസ് എ ചൈൽഡ് സൈക്കോളജിസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ മോർണിംഗ് പോയിട്ട് നമ്മൾ സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എൻഡ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളെ ഹാപ്പി ആക്കുന്ന കുറെ കണ്ടന്റ്സ് ഉണ്ടാവും. ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ. അപ്പൊ കുട്ടികളായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസും നമ്മളെ ആക്ച്വലി ഫീഡ്ബാക്ക് നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. നമ്മളുടെ മെന്റൽ ഹെൽത്തിനെയും അതൊന്ന് ഇംപ്രൂവ് ചെയ്യുന്ന മാതിരി പൊതുവെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്റെ ഒരു ലൈഫ് ഒരു വർക്ക് പാറ്റേണിൽ ആ ഒരു വർക്ക് എന്നെ അതിന്റെ ഒരു ഹെക്ടിക്നെസ്സോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിഫിക്കൽറ്റോ എന്നെ ബാധിക്കാത്തത് എനിക്ക് ആ ഒരു ചൈൽഡ് സെറ്റിങ് ഹാപ്പിനെസ് തരുന്നുണ്ട്. നമ്മൾ
ഫണ്ണായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അവരുടെ കൂടെ. നമ്മളെ വർക്ക് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്റെ കൂടെ അല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ചൈൽഡിന്റെ കൂടെ, നമ്മൾക്കാളും യങ്ങർ ആയിട്ടുള്ള നല്ല ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു കൂടി. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് സെഷൻ എടുക്കുന്ന കുട്ടി എന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ സ്റ്റെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പൊ നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു പോലെ എന്താ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആള് എനിക്ക് അതിനൊരു റെസ്പോൺസ് തന്നില്ല. വീണ്ടും എന്നെ അതേപോലെ തന്നെ നോക്കിയിരിക്കും. ഞാൻ പെട്ടെന്ന് എന്റെ അടുത്ത് ഓടി വന്നിട്ട് എന്റെ ഫേസ് ഇങ്ങനെ തൊട്ടിട്ട്, മിസ്സിന് മുടിയില്ലേന്ന്. ആക്ച്വലി ഞാൻ ഷോള് റോൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവൻ പെർസീവ് ചെയ്തത് ഈ ഷോളിന്റെ ഉള്ളിൽ മുടിയില്ല എന്നുള്ളതാണ്. അവന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിൽ അവൻക്ക് അതേ പെർസീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സോ ഇങ്ങനത്തെ കുറെ ഫണ്ണി എലമെന്റ്സ് നമ്മൾ ഈ ചൈൽഡ് സെറ്റിംഗിൽ ഉണ്ടാവും. യൂഷ്വലി അവർക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് സംഭവിക്കുന്നത്. എന്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് വന്നിട്ട് മിസ്സിന് മുടിയില്ല. അപ്പൊ ഞാൻ അവന് ചെറിയ മോനാണ്, ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഉറപ്പിച്ചു, ആക്ച്വലി എന്റെ ഹെയർസ് ഈ ഷോളിന്റെ ഉള്ളിലുണ്ട്, ഞാനത് ഹൈഡ് ചെയ്തിട്ട് വെച്ചതാണ് എന്നുള്ള കൺസെപ്റ്റ് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. സോ ഇങ്ങനെ കുറെ എലമെന്റ്സും ചൈൽഡ് സൈക്കോളജിയുടെ ആക്ച്വലി ഒരു പേർക്സ് ആണ്. നമുക്ക് ഫണ്ണി ആയിട്ടും കൂടെ ഡീൽ ചെയ്യാം, ഓൺലി ഇഫ് വി അണ്ടർസ്റ്റാൻഡ് ദ കേസ് മനസ്സിലാക്കാൻ പറ്റാതെ, നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റാതെ, നമുക്കതില് കൃത്യമായിട്ടുള്ള ഇൻപുട്സ് കൊടുക്കാൻ പറ്റാതെ, ഡെഫിനറ്റ്ലി പാരന്റ്സ് നമ്മളോട് ചോദിക്കില്ലേ എന്തൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പം ഇതിന് നമുക്കൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കേസ് തരാം, നിങ്ങൾക്ക് അത് വായിച്ചിട്ട് ഇതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? UG PG ഒക്കെ ഉണ്ടാവുന്ന എക്സ്പെക്ടേഷൻസിൽ ഞാൻ ചെറിയൊരു ADHD ആണോ? ഓക്കെ ഫൈൻ, വെരി ഗുഡ്. പിന്നെ ടൈപ്പ് ചെയ്യാമെങ്കിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും. റൈറ്റ് ആണെങ്കിൽ റോങ് ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സ്റ്റഡി പ്രോസസ് അല്ലേ. ഓക്കെ, ടൈപ്പ് ചെയ്തോ ആരെങ്കിലും? ഓക്കെ, ലിയ ഹസ്. ഓക്കെ, ഓക്കെ. ഫസ്മിന ആൻഡ് ദിൽഷ്യ. അമൃത. ഓക്കെ, കിസാന തസ്ലിം. ഓക്കെ, ഓക്കെ. ആക്ച്വലി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ തന്നെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ, ബിക്കോസ് ദ ചൈൽഡ് ഹാസ് ഫ്രീക്വന്റ്ലി ബ്ലഡ് ഔട്ട് ആൻസർ ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ കൈപൊന്തിച്ച് ആൻസർ വന്നു, വിച്ച് മീൻസ് ഹി ഡസന്റ് ഹാവ് എ പേഷ്യൻസ്. ഇമ്പൾസീവ് ആണ് ആള്. എന്തിനോടും ഏതിനോടും പെട്ടെന്ന് നമ്മൾ ഇൻസ്ട്രക്ഷൻ മുഴുവൻ കേൾക്കുന്നതിന് മുന്നേ തന്നെ ജമ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇമ്പൾസീവ് നേച്ചർ ഉണ്ട്. ആൻഡ് പ്രോപ്പർ ആയിട്ട് സിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സിറ്റിംഗ് ടോളറൻസ് അപ്പൊ കുറവാണ്. നിങ്ങൾ ക്ലിനിക്കിൽ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഏത് ഡോക്ടർ ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവൻ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ സ്റ്റേറ്റ്മെന്റിനെ കട്ട് ചെയ്തിട്ട് പുവർ സിറ്റിംഗ് ടോളറൻസ്, ഇങ്ങനെ വെരി പ്രിസൈസ് ആക്കിയിട്ടായിരിക്കും നിങ്ങൾ എഴുതുക. ആൻഡ് അറ്റൻഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇഷ്ടമുള്ളതിൽ മാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയാണെങ്കിൽ അറ്റൻഷൻ ഇൻ പ്രിഫേർഡ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ അറ്റൻഷൻ പ്രിഫേർഡ് ആക്ടിവിറ്റിയിൽ മാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള പ്രിസൈസ് സ്ട്രിംഗ് ആയിരിക്കും എടുക്കുക. ഇരിക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ടച്ച് ചെയ്ത് മാറി മാറി ജമ്പ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ കേസ് വരുന്ന സമയത്ത് കുട്ടി ഉണ്ടാവും. ആ കുട്ടീനെ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പാരന്റിനോട് ചോദിക്കേണ്ടതില്ല ഈ കുട്ടി ഇങ്ങനെയാണോ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആണോ എന്ന്. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും ദ ചൈൽഡ് ഈസ് റെസ്റ്റ്ലെസ്നെസ് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നോട്ട് ചെയ്യാൻ പറ്റും. കോൺവെർസേഷൻ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് എക്സസീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എയിംലെസ് റണ്ണിങ് ഉണ്ടെങ്കിൽ, ഹൈപ്പർ ആക്ടിവിറ്റി ഇങ്ങനെ ക്ലിനിക്കൽ ടേംസിലായിരിക്കണം നമ്മൾ കുറെ കൂടെ നോട്ട് ചെയ്യുക. ഞാനിത് വെരി കോമൺ ആയിട്ടുള്ളത്, ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാനും ഈസിലി നമുക്ക് പറയാനും പറ്റുന്ന ഒരു കണ്ടീഷനാണ് ADHD എന്ന് പറയുന്നത്. പക്ഷെ ബാക്കി എല്ലാ കണ്ടീഷൻസും ഇങ്ങനെ ആയിരിക്കില്ല. ആൻഡ് നിങ്ങൾക്ക് എത്രത്തോളം അറിയാമായിരിക്കും എന്നുള്ള ഒരു ചോദ്യത്തിനാണ് ഞാൻ ഈ ഒരു ADHD എന്നുള്ള ക്വസ്റ്റ്യൻ ആക്ച്വലി ഇവിടെ വെച്ചിരിക്കുന്നത്. ആൻഡ് how can we take the case history and MSc? This is a very important thing, right? കേസസ്, കാരണം നിങ്ങളുടെ മുന്നിൽ ഒരു ക്ലയന്റ് ഫസ്റ്റ് വരുന്ന സമയത്ത് ആ ക്ലിനിക്കില് റിസപ്ഷനിൽ നിങ്ങൾക്ക് അവരൊരു പേപ്പർ തരും, കേസ് ഹിസ്റ്ററി ആൻഡ് MScയുടെ.
അത് റൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കി ഗോൾസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. സോ ഈ കേസ് ഹിസ്റ്ററിയിൽ ചീഫ് കംപ്ലൈൻസ് മുതൽ ഡെമോഗ്രാഫിക് ഡേറ്റ മുതൽ MSCയുടെ ലാസ്റ്റ് പോയിന്റ് ഇൻസൈറ്റ് വരെയുള്ള പോയിന്റ് നിങ്ങൾ എഴുതണം. അത് 45 മിനിറ്റ്സിന്റെ ഫസ്റ്റ് സെഷനിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെയാണ് അധിക ക്ലിനിക് സെറ്റിംഗ് മുന്നോട്ട് പോകുക. കാരണം സെക്കൻഡ് ഇൻഫോർമേഷൻസിൽ ചിലപ്പം പാരന്റ് ആയിരിക്കില്ല കൂടെ വരുന്നത്. ഫസ്റ്റ് ഇൻഫോർമേഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെഷനിൽ മിക്കവാറും പാരന്റ് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ളതിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്കത് മുഴുവനാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ കേസ് ഹിസ്റ്ററി ആൻഡ് MSc എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മളൊരു ലിസ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ മെഡിക്കൽ ഹിസ്റ്ററി എഴുതണം എന്നറിയാം, നമുക്കതിൽ ജനറ്റിക് ഹിസ്റ്ററി അല്ലെങ്കിൽ നമുക്കതിൽ ജീനോഗ്രാം വരയ്ക്കണം എന്നറിയാം, ഓർ ചീഫ് കംപ്ലൈൻസ് എഴുതണം, പ്രസന്റിങ് ഇൽനെസ് എഴുതണം. ഇതൊക്കെ നമുക്കറിയെങ്കിലും ഇതിനൊക്കെ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. പേപ്പർ കിട്ടി ഇതിൽ ഇവിടെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ എന്തൊക്കെ മെഡിസിൻസ് എടുത്തു എന്നാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇൻഫോർമെന്റിന്റെ ഡീറ്റെയിൽ എഴുതേണ്ട സ്ഥലത്ത് ചീഫ് കംപ്ലൈൻസിന്റെ സ്ഥലത്ത് ഇങ്ങനെയാണ് എഴുതേണ്ടത് എങ്കിലും അതിനെ ലിറ്ററലി എഴുതുന്ന സമയത്ത് എങ്ങനെ മാറ്റി എഴുതണം എന്നുള്ളതിന്റെ നോളേജ് കുറവുണ്ടാവും നമ്മളിൽ. അതേപോലെ പാരന്റിനോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പോയിട്ട് എന്താണ് മരുന്നെടുത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ ഇങ്ങനെ ഫ്രെയിം ചെയ്യുന്നതിന് പകരം നമ്മളൊന്ന് മാറ്റി ഫ്രെയിം ചെയ്യണം ക്വസ്റ്റ്യൻസിനൊക്കെ. കുട്ടി എന്തൊക്കെ കംപ്ലൈൻസ് ആണല്ലേ, പാരന്റിനോട് ഒരിക്കലും എന്തൊക്കെ കംപ്ലൈൻസ് ആണല്ലേ, ഇങ്ങനത്തെ ടു പോയിന്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം നമ്മളത് മാറ്റി ചോദിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 6 വയസ്സുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പോ ഈ 6 വയസ്സുള്ള കുട്ടിക്ക് എന്തൊക്കെ കംപ്ലൈൻസ് ആണല്ലേ എന്ന് പാരന്റിനോട് ചോദിച്ച് നമ്മൾ എഴുതുമ്പോൾ നമ്മളവിടെ കംപ്ലൈന്റ് ആയിട്ട് തന്നെ നമ്മൾ റിസീവ് ചെയ്യുന്നത്. നമുക്ക് ആക്ച്വലി കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ചോദിച്ചൂടെ ആ ഒരു ക്വസ്റ്റ്യൻ? ആർക്കെയും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ കംപ്ലൈൻസ് ആണല്ലേ ചോദിക്കുന്നതിന് പകരം വേറെ എങ്ങനെയാ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാന്ന്? കമന്റ് ആയിട്ടോ എങ്ങനെയെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ഓക്കെ, കേസ് ഹിസ്റ്ററീസ് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്തില്ലേ, നമ്മൾ ചീഫ് കംപ്ലൈൻസ് ചെയ്തു. ചീഫ് കംപ്ലൈൻസ് എഴുതുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ എഴുതേണ്ട കുറച്ച് കംപ്ലൈൻസ്, ഈ ചീഫ് കംപ്ലൈന്റിന് നിങ്ങൾ എങ്ങനെ പാരന്റിനോട് ചോദിക്കും എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തൊക്കെ കംപ്ലൈൻസ് ഉള്ളത് അങ്ങനെയാണോ നിങ്ങൾ ഫ്രെയിം ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനൊരു പ്രൊഫഷണൽ ഫ്രെയിമിംഗ് രീതി കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കമാൻഡ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എങ്ങനെ ചോദിക്കാം പാരന്റിനോട് ചീഫ് കംപ്ലൈന്റ്? എന്തൊക്കെ ബുദ്ധിമുട്ടാണ് കുട്ടി ഫേസ് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ, 1 ക്വസ്റ്റ്യൻ അക്സെപ്റ്റബിൾ ആണ്. പിന്നെ നസീറ, ഓക്കെ, How is your child? അല്ലെങ്കിൽ how are things with your child? Something like that. ഓക്കെ ഓക്കെ, പിന്നെ any other suggestions? നമുക്ക് ഈ ഒരു ചീഫ് കംപ്ലൈന്റിന്റെ പ്രത്യേകത എന്താ പറയുക, ഈ പാരന്റ് നമുക്കുള്ള ആ ചീഫ് കംപ്ലൈന്റ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ എൻറ്റയർ കാര്യങ്ങളിലുള്ള കംപ്ലൈന്റ് ആണ്. അപ്പം ചിലപ്പോൾ പാരന്റിനോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് പാരന്റ്സ് ഹൈലി നോളേജബിൾ ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടാവും, അല്ലാത്ത പാരന്റ്സ് ഉണ്ടാവും. നമ്മൾ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഫ്രെയിമിംഗ് ഉണ്ടാവേണ്ടത്. അപ്പം ആക്ച്വലി നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഐ ക്യാൻ സജസ്റ്റ് ബെറ്റർ വൺ. ഓക്കെ, നമ്മൾ ചോദിക്കുക ഇപ്പൊ 6 വയസ്സുള്ള ഒരു കുട്ടിയായിരിക്കും നമ്മൾ ഡെമോഗ്രാഫിക് ഡേറ്റാസ് നമ്മൾ ഫസ്റ്റ് എടുക്കല്ലോ. 6 വയസ്സുള്ള ഒരു കുട്ടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡെമോഗ്രാഫിക് ഒക്കെ എഴുതി ഇൻഫോർമെന്റ് ഒക്കെ എഴുതി ഒഫീഷ്യൽ പേജിൽ കിടക്കുമ്പോൾ ചീഫ് കംപ്ലൈൻസിൽ യു ക്യാൻ ആസ്ക് ലൈക്ക് പാരന്റിനോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് സംസാരിക്കാം. അപ്പം നമ്മളിപ്പോ ഉമ്മയാണ്, ആ കുട്ടിയുടെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം 6 വയസ്സുള്ള അനു എന്ന് പറഞ്ഞ കുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പം ഓക്കെ, അനുവിന് ഇപ്പൊ 6 വയസ്സല്ലേ, 6 വയസ്സുള്ള ഒരു കുട്ടിയിൽ സാധാരണ കാണുന്ന ഏതൊക്കെ ഡെവലപ്മെന്റ്സിലും കാര്യങ്ങളിലും അനു ബാക്കൗട്ട് ഉള്ളത് പോലെയാണ് നമുക്ക് തോന്നുന്നത്? ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻസിൽ അവർ എൻ്റെ ഒരു ഡൊമൈനിന്റെ ബാക്ക്വേർഡ് നമുക്ക് പറഞ്ഞു തരും, അതിലെ പ്രശ്നങ്ങളും പറഞ്ഞു തരും. ഓക്കെ, എനിക്ക് കമന്റ് അതിന്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി എങ്ങനെ ഫ്രെയിം ആയെന്ന്? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാലേ നമുക്ക് എൻ്റെ ഡൊമൈന് നമ്മൾ അവിടെ ടച്ച് ചെയ്തു.
6 വയസ്സുള്ള കുട്ടിയിൽ, കാരണം ഈ പൊതുവെ ഉമ്മമാർക്ക് നമ്മളെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടിക്കുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചിട്ടായിരിക്കും അവർ നമ്മളെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് ചോദിക്കാനുള്ളതോ അതിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ നോളേജ് അവർക്ക് ഉണ്ടാവില്ല. ബിക്കോസ് സബ്ജക്ട് എക്സ്പേർട്സ് നമ്മളാണ്. അപ്പം ഈ ഒരു കപ്പാസിറ്റി കുറവ് അവർക്ക് അല്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലുണ്ടാവുന്നില്ല. പക്ഷെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ഫ്രെയിമിങ്ങിൽ ഈസി ആയിട്ട് ഫ്രെയിം ചെയ്യിക്കാൻ പറ്റും. എന്തൊക്കെ ബാക്ക്വേർഡ് അല്ലെങ്കിൽ ആ ഏജിൽ ഉമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ തോന്നിയെന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ അടുത്ത് കുറച്ചും കൂടെ സംസാരിക്കാനോ ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറച്ചും കൂടെ ഉണ്ടാവും. അവർ ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ അപ്പ് ചെയ്യും. ചിലപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും അവർ കരയുന്നതും. കാരണം അവർ കുട്ടിയുടെ കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു ഡൊമൈനിൽ കുറച്ച് ഡിലേസ് വരുന്നതിൽ ടെൻസ്ഡ് ആയിരിക്കും. ഈ ടെൻഷൻ അവരെ കൊണ്ട് ഷെയർ ചെയ്യിക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ടാർഗറ്റ് ആണ്. കാരണം അവർ വൺസ് ഷെയർ ചെയ്യുന്ന സമയത്തായിരിക്കും അവർക്ക് കുറച്ച് റിലീഫ് ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കേസ് ഹിസ്റ്ററി ചെയ്യാൻ പറ്റി. നിങ്ങൾ ഡയഗ്നോസ്റ്റിക് ഇംപ്രഷൻ ഫോം ചെയ്തു, ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്തു, മാനേജ്മെന്റ് പ്ലാൻസ്, റെക്കമെൻഡേഷൻസ്. ഇതാണ് യൂഷ്വലി ഒരു ക്ലിനിക്കിന്റെ സെറ്റിംഗിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. ആൻഡ് ഡയഗ്നോസ്റ്റിക് ഇംപ്രഷൻസിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ഡയഗ്നോസ്റ്റിക് ഇംപ്രഷൻ ബേസ് ചെയ്യുക സയന്റിഫിക് അസസ്മെന്റ്സിന്റെ ബേസിലാണ്, അല്ലെ? നമുക്ക് എങ്ങനെയെങ്കിലും അല്ലല്ലോ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്സ് നമ്മൾ ചെയ്യുക, സയന്റിഫിക് അസസ്മെന്റ്സിന്റെ ബേസിലല്ലേ. സോ ചൈൽഡ് സെറ്റിംഗിൽ ദ വെരി മോസ്റ്റ് കോമൺ അസസ്മെന്റ്സ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതില് ചിലത് ലോക്കോമോട്ടറി ടെസ്റ്റ് ആണ്, ചിലത് IQ ടെസ്റ്റ് ആണ്, ചിലത് സോഷ്യൽ മെച്യൂരിറ്റി, ചിലത് സ്പെസിഫിക് ഡിസോർഡേഴ്സ് അതായത് ADHD, ഓട്ടിസം ആ ഒരു കാറ്റഗറിയിലേക്കുള്ള ഡയഗ്നോസിസ് ആണ്, ചിലത് ബിഹേവിയർ ചെക്ക് ലിസ്റ്റുകളാണ്. ഓക്കെ, സോ ഇത് വെരി മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ചിലപ്പം മേ ബി BKT ഓർ SFBT ഒക്കെ നിങ്ങൾ UG-PG ചെയ്തിട്ടുണ്ടോ? BKT ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, മേ ബി SFBT, VSMS ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആൻഡ് ഇതില് അസസ്മെന്റ് ബേസിലായിരിക്കും നെക്സ്റ്റ് അതിന്റെ ഒരു സ്ട്രാറ്റജി പോകുന്നത്. അസസ്മെന്റ് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി തെറപ്പി മെത്തേഡ്. ഈ തെറപ്പി മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരിക്കലും നിങ്ങൾ അസസ്മെന്റ് ചെയ്യുന്നു തെറപ്പി ചെയ്യുന്നു എന്നുള്ളതല്ല. അസസ്മെന്റ് ചെയ്ത ശേഷം തെറപ്പി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ യു ഷുഡ് സെറ്റ് എ ഗോൾ. എന്താണ് ഞാൻ കുട്ടിയിൽ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്? എന്റെ ഫസ്റ്റ് ഗോൾ എന്താണ്? ഫസ്റ്റ് 1 month ഗോൾ എന്താണ്? ഫസ്റ്റ് ട്രൈമസ്റ്റർ 3 monthsലേക്കുള്ള ഗോൾ എന്താണ്? ഈ ഗോളിനെ മേക്ക് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് എവറി ക്ലിനിക്കിൽ നമ്മളൊരു റിപ്പോർട്ട് വെക്കണം. ഇത്ര മന്തിനുള്ളിൽ എന്ത് ഞാൻ ചെയ്തു എന്നുള്ള റിപ്പോർട്ട്. ചില കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ചില കേസിൽ നമുക്ക് അതിന് നമ്മൾ വിചാരിച്ചതിനേക്കാളും എക്സ്പെക്റ്റഡ് റേഞ്ച് കൂടിയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് ഒക്കെ ക്വാണ്ടിഫൈ ചെയ്തിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ ഇന്നത് ചെയ്തു എന്നുള്ളത് നമ്മൾ വേർബലി പറഞ്ഞപ്പോൾ നമ്മൾ അത് റൈറ്റ് ചെയ്തില്ല. അങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽസ് കീപ്പ് ചെയ്യുക. സോ തെറപ്പി സെറ്റിംഗിലെ ഗോൾസ് എന്താണ്? ഈ ഗോൾസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ഏത് തെറപ്പി മെത്തേഡ് ഞാൻ ചൂസ് ചെയ്യണം? ഇങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ഈ ഗോൾസിൽ നമ്മൾ ഗോൾ സെറ്റ് ആക്കിയിട്ടുണ്ടാവും, സബ് ടാസ്കുകളായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഏത് തെറപ്പി മെത്തേഡിലൂടെ പോവാം എന്നുള്ളത് ക്ലിനീഷ്യന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. അത് ഈ തെറപ്പി രൂപങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ബിഹേവിയർ തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ട്രെയിനിങ്സ്, ആൻഡ് അതിന്റെ കൂടെ റെമഡിയൽ ട്രെയിനിങ്സ്, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻസ്, ADL ട്രെയിനിങ്, വൊക്കേഷണൽ ട്രെയിനിങ്, സൈക്കോ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഒരു തെറപ്പിസ്റ്റിന്റെ ഒരു ഏരിയയിൽ വരുന്ന കാര്യമാണ്. ആൻഡ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി വിചാരിക്കും. ആൻഡ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ അടുത്തേക്ക് ഒരു കുട്ടി വരുന്ന സമയം അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു കോഴ്സിന്റെ ഐഡിയ വന്ന് സ്റ്റാർട്ടിങ് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഓൾമോസ്റ്റ് ബാക്ക് ആഗസ്റ്റിൽ ഞാനൊരു വെബിനാർ കണ്ടക്ട് ചെയ്തായിരുന്നു. 100+ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വെബിനാർ ആയിരുന്നു ചൈൽഡ് സെറ്റിംഗിൽ. നമ്മൾ വെബിനാർ അനൗൺസ് ചെയ്ത ശേഷമാണ് ഇത്രയും കുട്ടികൾ ഈ ഒരു ഫീൽഡിലെ ആസ്പിറൻസ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആക്ച്വലി ആ ഒരു 100+ സ്റ്റുഡൻസ് കയറിയ ശേഷം വി മെയ്ഡ് എ പോൾ. നമ്മൾ അതിലൊരു ക്വസ്റ്റ്യനിങ് പോളും ഒക്കെ ഇട്ട്. ആരെങ്കിലും ഇതിൽ ആ വെബിനാറിൽ കയറിയ കുട്ടികളുണ്ടോ? 2-day വെബിനാർ ആയിരുന്നു. അതിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ദിൽഷ ചെയ്തിട്ടില്ല. എനിവൺ? ഓക്കെ, നമ്മള് ആ വെബിനാറിൽ ഇട്ട സമയത്ത് നമുക്ക് വന്ന ക്വറീസിന്റെ ബേസിസിലും പോൾസിന്റെ ബേസിസിലുമാണ് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്നത്. ആൻഡ് കോഴ്സ് നമ്മൾ മേക്ക് ചെയ്ത സമയത്ത്
നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു നമ്മളെ ഒരു ഓൾമോസ്റ്റ് ഇപ്പം ഏപ്രിലിലേക്ക് ലോഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ 8 monthsന്റെ ഒരു സ്റ്റഡീസ് ആൻഡ് ഫൈൻഡിങ്സ് നമ്മൾ ഇതിൽ കൊണ്ടുപോകും. അതായത് നമുക്കൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യാം, കുറച്ചും കൂടെ ചൈൽഡ് സെറ്റിംഗിലേക്ക് ആളുകളെ എക്യുപ്ഡ് ആക്കുക എന്നുള്ള ഒരു ടാർഗറ്റിൽ നമുക്കൊരു കോഴ്സ് ഫോർമുലേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി കോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ 1 month അത് വാലിഡ് ആയിരിക്കും. സോ ചൈൽഡ് സൈക്കോളജിയുടെ ഫൗണ്ടേഷൻ ടു ക്ലിനിക്കൽ പ്രാക്ടീസ്, ഒരു കേസ് എങ്ങനെ എടുക്കണം എന്നുള്ളത് തൊട്ട് ഫൈനൽ റിപ്പോർട്ട് മേക്കിംഗ് വരെയുള്ള ഒരു ബേസിക് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ക്ലിനിക്കൽ പ്രാക്ടീസിംഗിലേക്ക് അപ്സ്കില് ചെയ്യുകയും ചെയ്യുന്ന ഒരു ചൈൽഡ് സൈക്കോളജി കോഴ്സ് റെലിക്കസ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് ആ കോഴ്സ് അക്രഡിറ്റഡ് ആണ്. ISOയുടെയും EGAC IAF അക്രഡിഷനോട് കൂടിയാണ് നമ്മൾ ആ കോഴ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. 1 month കോഴ്സാണ്. ആ കോഴ്സിന്റെ ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചൈൽഡ് സെറ്റിംഗിലുള്ള കോമൺ കേസസിന് മാത്രമല്ല, വരാൻ പോകുന്ന മിക്ക സാധ്യതകളുള്ള എല്ലാ കേസസിനെയും എല്ലാ ക്ലിനിക്കൽ ചൈൽഡ് കണ്ടീഷൻസിനെയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് മാത്രമല്ല, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതും ആൻഡ് പല സിൻഡ്രോമിക് കാറ്റഗറീസിലും വരുന്ന എല്ലാ ചൈൽഡ് ക്ലിനിക്കൽ കണ്ടീഷൻസിനെയും ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതോടൊപ്പം ഡീറ്റെയിൽഡ് ക്ലിനിക്കൽ ഡിസ്കഷൻ ആൻഡ് കേസ് ഡിസ്കഷൻസ്. നമ്മൾ പഠിക്കുന്ന സമയത്ത്, നമുക്ക് പ്രൊഫഷൻ പ്രാക്ടീസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക കേസ് ഡിസ്കഷൻസ് ആണ്. ഒരിക്കലും നമ്മൾ ബുക്ക് നോക്കി അതിന്റെ ചീഫ് കംപ്ലൈൻസോ അല്ലെങ്കിൽ അത് റീഡ് ചെയ്യുന്നതോ ആയിരിക്കില്ല നമ്മളെ ബെനിഫിറ്റ് ചെയ്യുക. ഒരു ഫീച്ചറിൽ നിന്ന് നെക്സ്റ്റ് ഫീച്ചറിന്, ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഓട്ടിസത്തിനെയും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ മാത്രമുള്ള ഒരു കേസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസത്തിലായിരിക്കും. അപ്പം ഈ ഡിഫറൻസിയേഷൻ നമുക്ക് പറ്റണം. ഈ ഡിഫറൻസിയേഷന്റെ കാറ്റഗറിന്റെ ക്ലിനിക്കൽ കണ്ടീഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ക്ലിനിക്കൽ കേസ് വരുമ്പോൾ ഏതൊക്കെ ഫീച്ചറിലാണ് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് കേസ് ഡിസ്കഷനിൽ മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഡീറ്റെയിൽഡ് കേസ് സ്റ്റഡി, ഈച്ച് ആൻഡ് എവറി ഡിസോർഡേഴ്സിനെയും കേസ് ഹിസ്റ്ററിയിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് കേസ് ഡിസ്കഷനിലൂടെ കൊണ്ടുപോകുന്ന ഒരു ക്ലാസ്സായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ കേസ് എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ കേസ് ഹിസ്റ്ററി ആൻഡ് MS ചെയ്തതെന്ന് പഠിപ്പിച്ചു തരും. ഫോർ എക്സാമ്പിൾ, ചുമ്മാ നമ്മൾ അതിൽ എന്ത് എഴുതണമെന്ന് പറയുന്നതിന് പകരം ഒരു കേസ് എക്സാമ്പിൾ വെച്ച് ഈ കേസ് എക്സാമ്പിളിനെ എങ്ങനെ ആയിരിക്കണം കേസ് ഹിസ്റ്ററിയിലേക്ക് എഴുതുന്ന സമയത്ത് മാറ്റി എഴുതുന്നത്, ഈ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ ഒരു കോഴ്സിന്റെ ഓവർവ്യൂ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം സൈക്കോമെട്രിക് അസസ്മെന്റ്സിൽ നമ്മൾ 4-5 സൈക്കോമെട്രിക് അസസ്മെന്റ്സിനെ എങ്ങനെ ചെയ്യണം, എങ്ങനെ സ്കോർ ചെയ്യണം, എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം, അതിന്റെ ബേസിൽ എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, ആ ടെസ്റ്റിന്റെ അണ്ടർസ്റ്റാൻഡിങ് പാരന്റിന് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ്. ഈ പാരന്റിന് പറഞ്ഞു കൊടുക്കലും നമ്മളുടെ ടാസ്ക്കാണ്. നമ്മൾ അസസ്മെന്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോലെ നമ്മുടെ പാരന്റ്സിന് അത് കൺവേ ചെയ്ത് കൊടുക്കണം. ഈ കുട്ടിക്ക് VSMS ചെയ്തപ്പോൾ ഇത്ര സ്കോറാണ് കിട്ടിയത്, ഈ സ്കോറിന്റെ അർത്ഥം ഇതാണ്, ഈ കുട്ടിയുടെ സോഷ്യൽ മെച്യൂരിറ്റി ഇതാണെന്ന് പറഞ്ഞപ്പോൾ ആ പാരന്റ് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ഈ സെക്ടറിലുള്ള ആളാണെങ്കിൽ സോഷ്യൽ മെച്യൂരിറ്റി എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ എന്താണ് സോഷ്യൽ മെച്യൂരിറ്റി? അപ്പൊ ഇത് നമ്മൾ പാരന്റിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. ആൻഡ് ഗോൾ സെറ്റ് ചെയ്യുന്നതും ആ തെറാപ്പി എങ്ങനെ എടുക്കണം എന്നുള്ളതും ആൻഡ് സെഷന്റെ കണ്ടിന്യൂഷൻ എങ്ങനെയായിരിക്കണം, അസസ്മെന്റ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ. ആൻഡ് ദ ഹൈലൈറ്റേഴ്സ്, നമ്മൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് ഡയറക്റ്റ് ക്ലിനിക് വിസിറ്റ് എക്സ്പോഷർ. കോഴ്സ് എൻഡ് ചെയ്യുന്നതിനോടൊപ്പം ഒരു ദിവസം ക്ലിനിക്കിൽ ഡയറക്റ്റ് പോയിട്ട് അവിടെ 100+ സ്റ്റുഡൻസ് ഉള്ള ഒരു സ്പെഷ്യൽ സ്കൂളാണ്. ആ സ്കൂൾസ് നേരിട്ട് ചെന്നുകൊണ്ട് ക്ലിനിക്ക് വിസിറ്റ് ചെയ്യുകയും അവിടെയുള്ള മെജോറിറ്റി സെർബൽ പാസി ലേണിംഗ് എവറി കണ്ടീഷനെ നിങ്ങൾക്ക് കാണാനും ആ കുട്ടികളിൽ നിങ്ങൾ പഠിച്ച അസസ്മെന്റ്സിനെ അഡ്മിനിസ്റ്റർ ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ട്രെയിൻ ചെയ്ത് തരുന്ന അസസ്മെന്റ്സ്, നിങ്ങൾക്ക് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന കേസ് ഹിസ്റ്ററി ആൻഡ് MSc അവിടെ പോയിട്ട് അവരുടെ പാരന്റ്സിലും എക്സിക്യൂട്ട് ചെയ്യാം. അവിടെ കുട്ടികളുണ്ടാവും, കുട്ടികളിലും നിങ്ങൾക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ആൻഡ് ഇപ്പം നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന സ്ഥലം ആക്ച്വലി എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു സ്ഥലമായത് കൊണ്ട് തന്നെ നമ്മൾ പറയുന്ന എല്ലാ സെർബൽ പാസിയുടെ കേസസും അവിടെയുണ്ട്. നമ്മൾ പറയുന്ന ഡിഫറെന്റ് സെഫാലിയുടെ കേസസും അവിടെ കറന്റ് ഉണ്ട്. സോ നിങ്ങൾക്കിത് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് എത്തും. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ പാരന്റിനെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഒരു കോഴ്സിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടാണ് നമ്മളൊരു സെഷൻ മുന്നോട്ട് പോകുന്നത്. തെറപ്പി റിസൾട്ട്സിനെ മേക്ക് ചെയ്യുന്നു, അതിന്റെ റിപ്പോർട്ട് മേക്കിങ്ങും. ആൻഡ് ദ തിങ് ഇസ്, സെഷൻസിൽ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് ലേണിംഗ് മെറ്റീരിയൽസ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും കൂടെ അഡ്വൈസിങ്ങിന്റെ ബേസിസിൽ മേക്ക് ചെയ്ത് സ്റ്റഡി മെറ്റീരിയൽസ് PPTs എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ കോഴ്സിൽ ഇൻവോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ചൈൽഡ് സൈക്കോളജി ഫ്രം ഫൗണ്ടേഷൻ ടു ക്ലിനിക്കൽ പ്രാക്ടീസ് ആണ്. ഡെഫിനറ്റ്ലി
സബ്ജക്ട് നോളജിനപ്പുറത്ത് ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ടാർഗറ്റ്. കാരണം 5 ഇയേഴ്സിൽ ചിലപ്പോൾ നിങ്ങൾ ബുക്സിൽ റീഡിംഗ് മെറ്റീരിയൽസ് വായിച്ചിട്ടുണ്ടാവും. നമ്മളുടെ ഉദ്ദേശം റീഡിംഗ് അല്ലല്ലോ, നമ്മളുടെ ഉദ്ദേശം പ്രാക്ടീസ് ആണ്. പ്രാക്ടീസൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് പഠിക്കണം അത് പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു 1 month കോഴ്സ് നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫീൽഡിൽ ഞാൻ ഇപ്പം പറഞ്ഞ എല്ലാ പോയിന്റ്സിന്റെയും ഒരു എക്സ്റ്റൻഷൻ ഡീറ്റെയിൽഡ് വേർഷൻ ആയിരിക്കും നമ്മൾ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കൊറീസോ കാര്യങ്ങളോ ഉണ്ടോ? ഹലോ, ഞാൻ ഓൺലൈൻ ആണോ? ഓൺലൈൻ കോഴ്സ് ആണ്. ഓൺലൈൻ 12+ hours സെഷൻസ് ഉണ്ടാവും. ഹലോ, ഞാൻ എപ്പോഴാ കയറിയത്. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞത് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ ഫീ ഇത് ഫുൾ ഡേ ഇതിരുന്ന് ഇരിക്കണോ, എങ്ങനെയാണോ? അതോ ജസ്റ്റ് ഒന്ന് ചെറുതായി പറഞ്ഞു തരുമോ? ഓക്കെ, ഷുവർ. 1.5 hours ആണ് നമ്മുടെ സെഷൻ ഉണ്ടാവുക. 1.5 hours ഇൻ കേസ് ഡിസ്കഷനോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്റ്റെൻഡ് ആവും. മാക്സിമം നമുക്ക് 1.5 hoursലേക്ക് വെക്കാം. വീക്കിലി 2 സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക. മോസ്റ്റ് പ്രോബബ്ലി വെനസ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് സെഷൻസ് വരിക. ഓക്കെ, പേയ്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനും ആൻഡ് ഇതിന്റെ ഫൗണ്ടേഴ്സ് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. പേയ്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും. നിങ്ങളൊരു സ്റ്റുഡന്റ് ഗ്രൂപ്പ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റിഡക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെനിഫിറ്റ്. നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് നമുക്ക് അണ്ടർ സൂപ്പർവിഷൻ റിയൽ കേസസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതായത് ഞാൻ പറഞ്ഞല്ലോ 1 day ഡയറക്റ്റ് ക്ലിനിക് എക്സ്പോഷർ വിസിറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കേസ് കണ്ടുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾ പഠിച്ച അസസ്മെന്റിന് എടുക്കാൻ പറ്റും. ഓക്കെ. ആൻഡ് സൈക്കോളജി പ്രൊഫഷണൽസിനും ഓക്കെ ഡെഫിനറ്റ്ലി നമ്മൾ വെൽക്കമിങ് ആണ്. സൈക്കോളജി ഫീൽഡിലുള്ള ആരെയും നമ്മൾ വെൽക്കം ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ പോസ്റ്റർ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെറ്റിംഗിൽ MSWയിലുള്ള ആളുകൾ നമ്മൾക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ നമ്മൾ വെൽക്കം ചെയ്തിട്ടുണ്ട് റീഹാബിലിറ്റേഷൻ സെറ്റിലിംഗ് ആയതുകൊണ്ട്. കാരണം നമ്മൾ കേസസിന്റെ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങൾ തന്നെ അതിൽ പറയുന്നുണ്ട് വിത്ത് കേസ് എക്സാമ്പിൾ. അപ്പം റീഹാബിലിറ്റേഷൻ സെറ്റിംഗിലുള്ള ഏതൊരാൾക്കും ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, and any other queries? ഇതിന്റെ ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാം, ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ നമ്മളെ കയ്യിൽ കിട്ടുമോ, അല്ലെങ്കിൽ എങ്ങനെയാ നമുക്ക്? ഓക്കെ, നമ്മൾ ഡ്രൈവിൽ അപ്ലോഡഡ് ആയിരിക്കും. നിങ്ങൾക്ക് അതിന്റെ ഫുൾ ടൈം ആക്സസിബിലിറ്റി തരും കേട്ടോ. മാം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെറ്റപ്പിലല്ലാതെ ജനറൽ എഡ്യൂക്കേഷൻ സെറ്റപ്പിലുള്ള ടീച്ചേഴ്സിന് ഈ കോഴ്സ് പറ്റുണ്ടാവോ? ജനറൽ എഡ്യൂക്കേഷൻ സെറ്റിംഗ് എന്നുള്ള ആളുകൾക്ക് ഇത് ബെനിഫിഷ്യൽ ആവോ എന്നുള്ളത് നമുക്കൊരു ചെറിയൊരു ഡൗട്ടാണ്. ഇഫ് അവർ ഇപ്പൊ സൈക്കോളജി കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് സൈക്കോളജി പ്രൊഫഷൻ എടുക്കാൻ അല്ലെങ്കിൽ ക്ലിനിക്കിലോട്ട് ഇറങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം അവർ ടീച്ചിങ്ങിൽ നിൽക്കുന്നു, പക്ഷെ ക്ലിനിക്കിലേക്ക് ഇറങ്ങാൻ താല്പര്യമെങ്കിൽ അവർക്ക് ഇത് എടുക്കാം. കാരണം നമ്മളിത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാ ക്ലാസ്സസ് പോവുക. കുറച്ചുകൂടെ കേസസിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതായിരിക്കും. അപ്പൊ ഒരു ടീച്ചിങ് പ്രൊഫഷനിലുള്ള ആൾക്ക് കേസസ് വരില്ലല്ലോ. അപ്പം അതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ ആ വ്യക്തി ഈ ഒരു നോളേജ് സീക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്കിത് ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ അപ്ലിക്കേഷന് വേണ്ടിയിട്ടാണല്ലേ? അതെ. കാരണം യൂഷ്വലി ഇപ്പൊ സൈക്കോളജിന്റെ ബേസിസിൽ ആളുകളൊക്കെ എക്യുപ്ഡ് അല്ലാത്തൊരു സാഹചര്യം ഒന്ന് നമ്മൾ അതൊന്ന് മേക്കപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. നമ്മളൊരു 8 monthsോളം ഇതിൽ സ്റ്റഡീസ് നടത്തി എങ്ങനെ ആയിരിക്കണം ക്ലിനിക്കലി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ആൻഡ് ABAയുടെ തെറപ്പീസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ABA തെറപ്പീസ് ഒക്കെ നമുക്ക് വെരി എക്സ്പെൻസീവ് ആണ്. ABA കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തെറപ്പി മെത്തേഡ്സ് ഒക്കെ മേക്ക് ചെയ്യുന്നത്. സോ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രാക്ടിക്കലിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. സബ്ജക്ട് നോളേജ് ഗെയിൻ ചെയ്യാൻ ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ്. ഓക്കെ
മാം നമുക്ക് ഈ അസസ്മെന്റ് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഈ ഡ്രൈവിൽ? നമുക്ക് എങ്ങനെയാണ്? ഓക്കെ. ഡ്രൈവിൽ ആക്ച്വലി ഞാനിത് PPT ഷെയർ ചെയ്യും. അസസ്മെന്റ് ടൂളിന്റെ പിക്ചേഴ്സും എല്ലാം ഷെയർ ചെയ്യും, നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളില്ലേ ടെസ്റ്റ് കാണിച്ചിട്ട് ആ ടെസ്റ്റിനെ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് മനസ്സിലാക്കുകയും ഓരോ ടെസ്റ്റിനും ഇന്റർപ്രറ്റ് അതിന്റെ റോ സ്കോർ എങ്ങനെ കണ്ടുപിടിക്കണം, അതിൽ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ, ഇന്റർപ്രിട്ടേഷന്റെ അർത്ഥം എന്താണ്, ഇങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് ഒരിക്കലും എന്താണ് ഇതിന്റെ റിലയബിലിറ്റി, വാലിഡിറ്റി, ഇതൊക്കെ നമ്മൾ റീഡ് ചെയ്യണം. പക്ഷെ നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ വരുമ്പോൾ എന്താണ് ഈ ടെസ്റ്റ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ഞാൻ കുറച്ചുകൂടെ പ്രാക്ടിക്കലി തന്നെ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് മേക്ക് ചെയ്തത്. സോ നിങ്ങൾക്ക് ടെസ്റ്റിന്റെ കാര്യങ്ങളും ഞാൻ കൊടുക്കും, അതിന്റെ റോ സ്കോഴ്സും കൊടുക്കും, എല്ലാം ലൈവായി നിന്നുകൊണ്ട് ചെയ്ത് പഠിക്കാം. കേസ് എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ റോ സ്കോർ തന്നാൽ അതിൽ നിന്ന് എങ്ങനെ ഇന്റർപ്രിട്ടേഷൻ ഫൗണ്ട് ചെയ്യണം, ഇതൊക്കെ നമ്മൾ അതിൽ ഇൻവോൾവ് ആയിരിക്കും കേട്ടോ. ദിൽഷ്യ. ഓക്കെ മാം, നമ്മൾ യൂസ് ചെയ്യുന്ന തെറാപ്യൂട്ടിക് അപ്രോച്ചസ് ഒക്കെ ലൈക് ഫോർ എക്സാമ്പിൾ CBT അല്ലെങ്കിൽ ABA, അതൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവോ? ലാസ്റ്റിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ പേരുണ്ടാവോ അതിലൊക്കെ? അത് നമ്മൾ ട്രൈ ചെയ്യാം. സർട്ടിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് വി കൻ ആഡ്, നമുക്ക് നോക്കാം. ഓക്കെ, എന്താണെങ്കിലും അക്രഡിറ്റഡ് ആയിട്ടുള്ള RCI ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുടെ സീല് വന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഒരു ഡൗട്ട് കൂടി, ഇത് സബ്സിക്വന്റ് മന്ത്സ് ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവോ ഈ കോഴ്സിന്റെ? കറന്റ്ലി നമുക്കിങ്ങനെ ഒരു ക്വറി വന്നിട്ടുണ്ട്. നമ്മൾ കറന്റ്ലി 1 month ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് നീഡഡ് ആണെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, കാരണം കുറച്ചും കൂടെ ക്ലിനിക്കലി ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കുറച്ച് ക്ലാസ്സസും അതോടുകൂടെ കുറച്ച് ഡയറക്റ്റ് ക്ലിനിക്കൽ പ്രാക്ടീസും പോയി വന്ന ശേഷമുള്ള ഒരു ഇന്റേൺഷിപ്പും കൂടെ മിക്സ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ ലോഞ്ച് ചെയ്യും. കറന്റ്ലി നമ്മൾ ബേസിക് ഫൗണ്ടേഷൻ മേക്ക് ചെയ്തിട്ട് അതിലേക്ക് മൂവ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഓക്കെ. ആൻഡ് മാം, ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി. ഫീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഫീസിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ റെലിക്കസിന്റെ ഗ്രൂപ്പിന്റെ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ഓർ നിങ്ങൾക്ക് ഞാൻ ഇതിന് ശേഷം ഒരു നമ്പർ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ഡീറ്റെയിൽസ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിഡക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഇതിന്റെ ഫൗണ്ടേഴ്സ് റെഡിയാണ്. കാരണം നമുക്കിത് നമ്മളുടെ മെയിൻ ടാർഗറ്റ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കുറച്ച് എക്യുപ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഇരിക്കുന്നത്. ഒന്നും അറിയാതെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കിഡിനെ ഹാൻഡിൽ ചെയ്യാൻ ആരും ഇരിക്കരുത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. പ്രാക്ടീസിക്ക് വരുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം, നമുക്കത് ചോദിക്കാൻ പറ്റണം, നമുക്ക് പാരന്റിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെക്കാൻ പറ്റണം, നമ്മുടെ പ്രൊഫഷണലിസം എഫിഷ്യൻസി പ്രൂവ് ചെയ്യാൻ പറ്റണം. സോ നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിലൊരു റിഡക്ഷൻ തന്നിട്ടെങ്കിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ തരാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ തരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ പ്ലാൻസ് ഉണ്ടെങ്കിൽ, ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അതല്ലാതെ പ്ലാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആ നമ്പർ കൊടുക്കാം, നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് April 10th നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഐ തിങ്ക് ക്വസ്റ്റ്യൻസ്. ഏപ്രിൽ എൻഡ് പറഞ്ഞ ഡേറ്റ് എങ്ങനെയായിരിക്കും? April 10th സ്റ്റാർട്ട് ചെയ്യും. അതിൽ വീക്കിലി 2 സെഷൻസ് ആണ്. ഒരു സെഷൻ 1.5 hours ആയിരിക്കും ഉണ്ടാവുക. ടോട്ടൽ 12+ hours ഉണ്ട് സെഷൻസിന് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തത്. ഓക്കെ, അല്ല, സപ്പോസ് ഈ April 10 ജോയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മെയ് മാസം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത് മെയിൻ ആയിട്ട്. കറന്റ്ലി ഏപ്രിലില് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസും എല്ലാം അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു ബ്രേക്കിലായിരിക്കും നെക്സ്റ്റ് കോഴ്സ്, ഇതിന്റെ തന്നെ ഒരു നെക്സ്റ്റ് കോഴ്സ് ഓഫർ ചെയ്യാം. സെയിം കോഴ്സ് നമ്മൾ ഒരു ബ്രേക്കിലായിരിക്കും നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഇപ്പം ഇനീഷ്യൽ ഫേസ് ആണ്, ഇപ്പം കുറച്ചും കൂടെ പാക്കേജിൽ നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പം റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. മാം, വീക്ക്ലി ട്വൈസ് ഏതൊക്കെ ഡേ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ, വെനസ്ഡേയും സാറ്റർഡേയും ആയിരിക്കും കേട്ടോ. ഓക്കെ.
മാം ക്ലാസ് നൈറ്റിലാണ് ഉണ്ടാവുക ഓർ മോർണിംഗ് ടൈം ആയിരിക്കും ഉണ്ടാവാന്? 7:30 ആളുകൾക്ക് എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള സമയം 7:30 ആണ്. 7:30 to 9 ഉള്ളിലായിരിക്കും നമ്മൾ വെക്കുക. ഓൺലൈൻ സെറ്റിംഗിന്റെ ലിമിറ്റേഷൻസിനെയും നിങ്ങളുടെ സ്റ്റഡീസിനെയും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂംസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റുഡന്റ് ഒരുമിച്ച് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജോയിൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പ് റിഡക്ഷൻസ് ഉണ്ടാവും. ഗ്രൂപ്പിനും റിഡക്ഷൻ ഉണ്ട്, ക്ലാസ് റൂംസിനും റിഡക്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം. ഇതിനൊക്കെ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചിട്ട് ഡീറ്റെയിൽ ചെയ്താൽ മതി. ഓക്കെ ആൻഡ് നിങ്ങളെ സർട്ടിഫിക്കറ്റിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആവുന്നത് RCI ഉള്ള ആളുകളുടെ സീലിലായിരിക്കും. റീഹാബിലിറ്റേഷൻ കൗൺസിലറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സീലിലായിരിക്കും സർട്ടിഫിക്കറ്റ് വരുന്നത്. മാം ഈ സർട്ടിഫിക്കറ്റ് GCC കൺട്രീസിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഓക്കെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ വാല്യൂ ഇതിലുണ്ടാവും. ഓക്കെ ആൻഡ് എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തൂടെ? ഞാൻ നമ്പർ ഇതിൽ കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നീഡിനനുസരിച്ച് ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ദ കോഴ്സ്. ഡെഫിനറ്റ്ലി ഒരു ബെസ്റ്റ് കരിയർ ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ ആൻഡ് താങ്ക് യു all for joining. Thank you, ma'am. Yeah, okay, thank you.